കാലത്ത് കാലത്തിന് വേണ്ടിയിട്ട് ഭാവിക്ക് വേണ്ടിയിട്ടുള്ള വൃശ്ചികം 1 മുതൽ തുടങ്ങുന്ന കാലത്തെ 9 ഭാഗിച്ചതിൽ ആദ്യത്തെ ഭാഗമായിരിക്കുന്ന വൃശ്ചികം 1 തുടങ്ങുന്ന കാലമണ്ഡലത്തില് ഭാവിക്ക് വേണ്ടിയിട്ട് രജോ ഗുണത്തെ ഡിസ്കണക്ട് ചെയ്തുകൊണ്ട് സത്വഗുണശാലിയായിട്ടുള്ള മഹാവൃക്ഷ പ്രകൃതിയുടെ അവതാരമായിട്ട് ജ്ഞാനിയായിട്ടുള്ള മനുഷ്യൻ മാറുന്നു. മഹാവൃക്ഷ പ്രകൃതിക്കൊപ്പം ചേരുന്നു. നരൻ നാരായണനാകുന്നു. നാരിക്ക് വേണ്ടിയിട്ട് വ്രതം നോക്കുന്നവനാകുന്നു. ഗർഭപാത്രത്തെ സംരക്ഷിക്കുന്നവനാകുന്നു. വരും തലമുറകൾക്ക് വേണ്ടിയിട്ട് മാതൃലോകത്തിന്റെ ജന്തുലോകത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ശൂരപത്മാവ് എന്ന് പറയുന്ന സൂര്യതാപത്തെ അകറ്റുന്നതിന് വേണ്ടിയിട്ട് സർവശാസ്ത്ര വിശ്വാസിയായിട്ട് ശാസ്ത്രത്തിൽ വിലയം പ്രാപിക്കുവാൻ ശ്രേഷ്ഠനായിട്ട് ആര്യനായിട്ട് വ്രതം നോക്കുന്നവനായിട്ട് പശ്ചിമഘട്ടത്തിന്റെ സംരക്ഷണത്തിനായിട്ട് ഒരായുധം പോലും കയ്യിലെടുക്കാതെ ആ പരിസ്ഥിതി സംരക്ഷകനായിട്ട് വൃക്ഷ പരിപാലകനായിട്ട് വൃക്ഷം നടുന്നവനായിട്ട് 18 പൂങ്കാവനങ്ങളും സംരക്ഷിക്കുന്നവനായിട്ട് ചുമതലപ്പെട്ടവനായിട്ട് അവിടെ വന പരിപാലനത്തിന് വേണ്ടിയിട്ട് കറുപ്പെടുത്തുകൊണ്ട് നമ്മൾ ആ പശ്ചിമഘട്ടത്തിലേക്ക് എത്തുന്നു. താടിയോ മുടിയോ വെട്ടാതെ നഖം പോലും വെട്ടാതെ നമ്മൾ അവിടെ പവിത്രമായിട്ട് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നഗ്നപാതരായിട്ട് ആ പശ്ചിമഘട്ടത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് വനവൽക്കരണത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ആ കാലഘട്ടത്തിൽ ശബരിപീഠത്തിലെത്തുന്നു. പശ്ചിമഘട്ടത്തിന്റെ സംരക്ഷണമാണ് ലോകത്തിന്റെ സംരക്ഷണം എന്ന് തിരിച്ചറിഞ്ഞ ഭാരതത്തിലെ സൂര്യ തേജസ്വികളോടുള്ള ഋഷീശ്വരന്മാരുടെ മഹാശാസ്ത്ര വൈഭവത്തിന്റെ രഹസ്യമാണ് ശബരിമല.